ശരണം ദേവീ ശരണം. നമസ്തേ സജ്ജനങ്ങളെ, അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും ആചാര അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് ഭഗവതിപുരം ശ്രീ കാളിയമ്മൻ മന്ത്രമൂർത്തി മാടൻ തമ്പുരാൻ കോവിലിൽ 2025 ഓഗസ്റ്റ് 9 ശനിയാഴ്ച നടന്ന ഒന്നാം കാളിയൂട്ട് വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ ക്ഷേത്രത്തിൽ നടന്ന ഹോമങ്ങളുടെയും കലശപൂജകളുടെയും തുടർന്ന് നടന്ന പൊങ്കാലയുടെയും മറ്റ് ക്ഷേത്രവിശേഷങ്ങളുടെയും അന്നദാനത്തിൻ്റെയും പ്രസക്ത ഭാഗങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തിപുരസരം ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സർവമംഗളദായിനിയും അഭീഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിനിയുമായ ഭഗവതിപുരം ശ്രീ കാളിയമ്മൻ മന്ത്രമൂർത്തി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദമായ ഐതിഹ്യങ്ങളും വിവരണങ്ങളും നമ്മളോടൊപ്പം ഈ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ക്ഷേത്രതന്ത്രിയും മേൽശാന്തിയും ആയ ശ്രീ കാളിദാസൻ പോറ്റി അവർകളും ക്ഷേത്ര ട്രസ്റ്റിയായ ശ്രീമതി കവിതയുമാണ്. ചൈതന്യധന്യമായ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവതിപുരം ശ്രീ കാളിയമ്മൻ്റെയും മന്ത്രമൂർത്തിയുടെയും ശ്രീ മാടൻ തമ്പുരാൻ്റെയും മറ്റ് ഉപദേവതകളുടെയും അനുഗ്രഹ കൃപാ കടാക്ഷം ലഭിക്കുമാറാകട്ടെ. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി: നെയ്യാറ്റിൻകര കാട്ടാക്കട റൂട്ടിൽ കീളിയോട് ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് മാമ്പഴക്കര കാരക്കോണം റൂട്ടിൽ സഞ്ചരിച്ച് ഭഗവതിപുരത്ത് എത്തുമ്പോൾ വലതുവശത്തായി ക്ഷേത്ര കവാടം കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും കാളിയമ്മൻ ശരണം എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും ചെയ്യുക. ഇനി മറ്റൊരു ക്ഷേത്ര വിശേഷവുമായി എത്തുന്നതുവരെ എല്ലാ പേർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
നമസ്കാരം. ഞാൻ കാളിദാസൻ പോറ്റിയാണ്. നെയ്യാറ്റിൻകരയാണ് എൻ്റെ സ്വദേശം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഭഗവതിപുരം ശ്രീ കാളിയമ്മൻ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, ഒരു 3 തലമുറ പഴക്കം ക്ഷേത്രത്തിനും ക്ഷേത്രദേവതയ്ക്കുമുണ്ട്. പിന്നെ നമ്മുടെ പ്രധാന പ്രതിഷ്ഠയെന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. ഭദ്രകാളി ഉഗ്രഭാവത്തിലായ സമയത്ത് അമ്മൻ ഭാവം കൂടെ ലയിപ്പിച്ച് നമ്മളിവിടെ പ്രതിഷ്ഠ നടത്തിയതാണ്. പ്രതിഷ്ഠയായിട്ടില്ല, കുടിയിരുത്ത് സമ്പ്രദായം ആചരിച്ചാണ് നടത്തിയിരിക്കുന്നത്. പിന്നെ യക്ഷിയുണ്ട്, മാടൻ തമ്പുരാനുണ്ട്, ഗണപതി, മന്ത്രമൂർത്തി യോഗീശ്വരൻ, പിന്നെ മഹാവിഷ്ണു ഉണ്ട്, പിന്നെ നാഗരുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ പൂജാതി ചടങ്ങുകളെന്ന് പറയുന്നത് മാന്ത്രികമാണ്. എല്ലാ മാസവും പൗർണമിക്ക് ഉച്ചപൂജയാണ് പ്രധാനമായിട്ട് നടത്തുന്നത്. മാന്ത്രിക പൂജാതി കർമ്മങ്ങളാണ് നമ്മളിവിടെ ചെയ്യാറ്. ഭദ്രകാളിക്ക് പ്രാധാന്യമാണ് കൊടുത്ത് പൂജ ചെയ്യാറ്. ഉത്സവം നമ്മൾ വൈഷ്ണവ ഭാവത്തിൽ അമ്മന് പ്രാധാന്യം കൊടുത്താണ് ഉത്സവം നടത്തുന്നത്. ഇവിടെ വർഷത്തിൽ ഒരു ദിവസം മാത്രം, രാവിലെ മുതൽ ഉച്ചവരെ മാത്രമേ, ഉത്സവ ദിവസം മാത്രമേ ബ്രാഹ്മണ ആചാരം ഇവിടെ ഉള്ളൂ. പിന്നെ എല്ലാ വർഷവും ആവണി അവിട്ടത്തിനാണ് ഇവിടെ ഉത്സവം വരുന്നത്. പിന്നെ ക്ഷേത്ര ദേവതമാരിവിടെ, പല ക്ഷേത്ര ദേവതമാരും നമുക്കിവിടെ ദേവതമാരിവിടെ അനുഗ്രഹിക്കുന്നുണ്ട്. നാഗരും ഇരിക്കുന്ന ഒരു ഭണ്ഡാരമൂർത്തിയുണ്ട് ഇവിടെ. ഇവിടുത്തെ പണ്ടത്തെ മാന്ത്രികൻ കൊണ്ട് നിർത്തി ആശ്രയം കൊടുത്തൊരു ഭണ്ഡാരമൂർത്തിയുണ്ട്. അത് യക്ഷിയായിട്ടാണ് ഇരിക്കുന്നത്. ഭണ്ഡാരമൂർത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഗർഭിണിയായിട്ടുള്ള സ്ത്രീ മരണപ്പെട്ടതാണ്. അപ്പം അങ്ങനൊരു സ്ത്രീയുടെ ആത്മാവിനും കൂടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം അവരനുഗ്രഹിക്കുന്നുണ്ട്. ആ ദേവി, ആ ഒരു ശക്തി അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമൂർത്തി അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെ മാടൻ തമ്പുരാൻ അനുഗ്രഹിക്കുന്നുണ്ട്. ചാട്ടയടിച്ച് മഞ്ഞപ്പാൽ ഒരു ഇങ്ങനത്തെ ചടങ്ങും സമ്പ്രദായം ഇവിടെ ഉണ്ട് ഉത്സവ സമയത്ത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും അത്യധികം വിശേഷണം എന്ന് പറയാനായിട്ട്, ഇവിടെ നമ്മൾ വരുന്ന ഭക്തരാരും ധൃതിപ്പെട്ട് പോകാൻ പാടില്ല. ആർക്കും ഒരു റെസീറ്റോ വഴിപാടോ അല്ലെങ്കിൽ ഒരു നൂല് ജപിക്കുന്നതിന് അർച്ചനയോ ഒന്നും അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ വരുന്ന ഭക്തർ എന്തെങ്കിലും ക്ഷേത്രത്തിന് സമർപ്പിക്കാനുണ്ട്, അതെന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരിക. പൂവോ മഞ്ഞളോ കുങ്കുമോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് തോന്നുന്നത്, ഇവിടെ ഇന്നത് തന്നെ സമർപ്പിക്കണം, അങ്ങനെ ഒരു നേർച്ചയും നമ്മളിവിടെ വച്ചിട്ടില്ല. പിന്നെ മദ്യപാനം നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മാടന് മദ്യം കൊണ്ടുവന്ന് കൈകൊണ്ട് ഒഴിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വേണ്ടപ്പെട്ട ആരെങ്കിലും, ഏറ്റവും അടുത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് മദ്യം ഒഴിച്ച് പൂർണ്ണമായിട്ട്, നമ്മളിവിടെ ബാക്കി വയ്ക്കുന്നില്ല, മദ്യം കൊണ്ടുവന്ന് പൂർണ്ണമായിട്ടും തന്നെ ഒഴിച്ച് അഭിഷേകം ചെയ്ത് സത്യം ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മദ്യപിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസം. വിശ്വാസം തന്നെ സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്കിവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എന്ത് തരം ദോഷമാണ്, എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ സ്വയമേ തിരിച്ചറിഞ്ഞിട്ട് അത് നമ്മൾ തന്നെ അതിന് പരിഹാരം ചെയ്ത് കൊടുക്കുകയും അതിനൊരു രൂപ പോലും അതിൻ്റെ സാധനങ്ങൾക്കോ അല്ലെങ്കിൽ അവർ ഇവിടെ വരുന്നതിന് നമുക്ക് എന്തെങ്കിലും ദക്ഷിണ അങ്ങനെ ഒന്നുമില്ല, ഒന്നും ചോദിക്കുന്നില്ല. അവരുടെ ദോഷം പരിഹരിച്ച് വിടും. നമുക്ക് എന്തെങ്കിലും അവർക്ക് തരാൻ തോന്നുന്നെങ്കിൽ ഒരു ദക്ഷിണയിട്ട് അവിടെ വയ്ക്കാം. നമ്മളെടുക്കില്ല, നമ്മൾ കൈകൊണ്ട് വാങ്ങിക്കില്ല, അതവിടെ വയ്ക്കാം. നമ്മുടെ ക്ഷേത്ര ഭണ്ഡാരം, ഇവിടെ കമ്മിറ്റി ട്രസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ കുടുംബക്കാർ വർഷത്തിൽ ആ ഒരു ഭണ്ഡാരം പൊളിച്ചാണ് ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ ഭണ്ഡാരത്തിൽ നമ്മൾ അത് എടുത്തിടും. അല്ലാതെ ആരും ദക്ഷിണ ആ ഒരു സമ്പ്രദായം തന്നെ ഇവിടെ ഇല്ല നമുക്ക്. പിന്നെ ഇപ്പം കുംഭാഭിഷേകം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ 1 വർഷമായിരിക്കുകയാണ്. ആവണി അവിട്ടമാണെന്ന്. ഇന്ന് വൈകുന്നേരം ഇനിയിപ്പം ഉച്ചയ്ക്ക് നാഗരാനുഗ്രഹവും മറ്റു കാര്യങ്ങളും സമ്പ്രദായങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ യക്ഷി വന്ന് അനുഗ്രഹിച്ചു. വൈകുന്നേരം 5:30 മഞ്ഞപ്പാലെടുക്കാനായിട്ടും മറ്റുള്ളവരുടെ ദോഷങ്ങൾ പരിഹാരം ചെയ്യാനായിട്ടും നമ്മുടെ മെയിനായിട്ടുള്ള കാളിയമ്മൻ എന്ന് പറയുന്ന മെയിൻ ദേവത, ഭദ്രകാളി അമ്മൻ ഭാഗത്തിരിക്കുന്ന കാളിയമ്മൻ എന്ന് പറയുന്നു. ആ കാളിയമ്മൻ പുറത്തിറങ്ങി അനുഗ്രഹിച്ച്, ഞാനാണ് അനുഗ്രഹിക്കുന്നത്, അനുഗ്രഹിച്ച് മഞ്ഞപ്പാൽ കോരി എല്ലാവരുടെയും പ്രശ്നങ്ങൾ പറഞ്ഞ് അതിന് പരിഹാരം സൊല്യൂഷൻ ചെയ്യാൻ പറ്റാത്ത കാര്യം പറയാറില്ല, ചെയ്ത് തീർത്ത് വിടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ തമ്പുരാൻ അനുഗ്രഹിച്ച് നിൽക്കുന്നതാണ്. ഈ ലഹരി കൊണ്ട് പല ഫാമിലിയും പല ജീവിതങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ തമ്പുരാനെ നമ്മൾ എന്തെങ്കിലും സമർപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ വേണ്ട എന്തെങ്കിലും വച്ച് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അവിടെ നിശ്ചിതമായിട്ട് നമുക്ക് നിസ്സാരം പോലെ നമുക്ക് ആ ഒരു ഫലം കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് ദേവിയെ കണ്ട് ഇവിടുത്തെ യക്ഷിയുടെ അടുത്ത് യക്ഷി അനുഗ്രഹിക്കുന്ന സമയത്ത് 1 മണിക്കൂർ അല്ലെങ്കിൽ അതിലേറെ സമയം നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മഹാഭാഗ്യമാണ്. കാരണം വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്കും, വിവാഹദോഷം കിടക്കുന്നവർക്കും, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ വഴക്കം, കുഞ്ഞുങ്ങളെ കിട്ടാത്തവർക്കും, ഇതൊക്കെ നമ്മളൊരു ചടങ്ങില്ല, ഒരു പൂജയില്ല, നമ്മളൊരു സാധനം മേടിക്കാനില്ല, ഒരു കർമ്മം ചെയ്യാനൊന്നുമില്ല. ആ യക്ഷി അനുഗ്രഹിക്കുമ്പോൾ അടുത്ത് പോയി നിന്ന് അവരുടെ അടുത്ത് കുറച്ച് നേരം നിന്നാൽ മതി. അത് ഓട്ടോമാറ്റിക്കലായി സംഭവിക്കുന്നതാണ്. നമ്മൾ ഇത് പറയുമ്പോഴത്തേക്ക് പലരും എതിർപ്പ് പറഞ്ഞത്, പക്ഷേ ഇത് നമ്മുടെ വിശ്വാസമാണ്. അതിന് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു മനസ്സ് തൃപ്തിയാണ്.
ഒട്ടനവധി ഭക്തർ വരാറുണ്ട്. പുറത്തുനിന്ന് ഈ നാട്ടിലും ചുറ്റിപ്പറ്റിയും അല്ലാതെ ദൂരെ നിന്ന് ഒട്ടനവധി ഭക്തർ വരാറുണ്ട്. അവർക്കൊക്കെ ഇതൊരു ആശ്രയം, അഭയം തന്നെയാണ്. പിന്നെ അത്രയൊക്കെ തന്നെയാണ്, മറ്റൊന്നുമില്ല. നമ്മുടെ ഈ ക്ഷേത്രം ഇതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. എല്ലാവരും നമ്മുടെ കുടുംബത്തിലുള്ളവരെക്കാളും പുറത്തു നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ വന്ന് ഈ ഉത്സവം നടത്തുന്നതും അല്ലെങ്കിൽ ക്ഷേത്രം പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പം പ്രത്യേകിച്ച് വേറെ തന്നെ നമുക്ക് എല്ലാ വർഷവും ആവണിയവട്ടത്തിനാണ് ഉത്സവം വരിക. നമസ്തേ. നമസ്തേ, എൻ്റെ പേര് കവിതയാണ്. ഞാൻ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയാണ്. ഇത് എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്തുള്ള ക്ഷേത്രമാണ്. 3-4 തലമുറയ്ക്ക് മുമ്പേ ഉള്ളതാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ ഒന്നേന്ന് ഇത് പുനരുദ്ധാരണം ചെയ്ത് നടത്തി വരികയാണ്. ഇവിടെ കാളിയമ്മനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെ മന്ത്രമൂർത്തിയുണ്ട്, മാടൻ തമ്പുരാനുണ്ട്, യക്ഷിയുണ്ട്, നാഗരുണ്ട്. ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. പുറത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. പിന്നെ എനിക്ക് ദേവിയുടെ ചൈതന്യമുണ്ട്. എനിക്ക് മാസത്തിലൊരിക്കൽ പൗർണമി നാളിലാണ് ഞങ്ങൾ നട തുറക്കുന്നത്. ഇവിടെ വേറെ കാശൊന്നും വാങ്ങിയിട്ടല്ല ആർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. അവർക്ക് ഒരുപാട് സഹായം അമ്മ ചെയ്തു കൊടുക്കുന്നുണ്ട്. എത്ര വർഷം കൊണ്ട് ഈ അമ്പലം? ഇത് എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്തുള്ള 60 വർഷം മുമ്പ് ഉള്ളതാണ്. ഇപ്പോഴും ഞങ്ങളിത് ഒന്നേന്ന് പുനരുദ്ധാരണം ചെയ്തിട്ട് ഒരു വർഷം ഇന്ന് തികയാണ്. അതിനുശേഷം ഒരുപാട് ആളുകൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കുടുംബക്കാർ എന്നെ മാറി നിന്നതാണ് കുറച്ച് പേര്. ഇപ്പം മാറി നിന്ന് എല്ലാവരും ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, പുറത്തുള്ള ആൾക്കാരാണ്. പിന്നെ മാടൻ തമ്പുരാൻ്റെ അനുഗ്രഹത്തിലും ഇവിടെ ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ട് പോകുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ മന്ത്രമൂർത്തിയും പ്രധാന മൂർത്തിയാണ്, കാളിയമ്മനാണ്. പിന്നെ യക്ഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആയില്യം ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ആയില്യം വർഷത്തിലൊരിക്കലാണ് ആയില്യം കൊടുക്കുന്നത്. അല്ലാതെ പൗർണമി നാളിലാണ് പൂജ നടത്തുന്നത്. എല്ലാ പൗർണമിക്കും 11 മണിക്ക് നട തുറക്കും. ഉച്ചപൂജയാണ് ഇവിടെ കൊടുക്കുന്നത്. ഉച്ചപൂജ വൈകുന്നേരമില്ല. മാസത്തിലൊരിക്കൽ മാത്രം പൗർണമി നാൾ മാത്രമേ ഉണ്ടായിരിക്കൂ. ഇവിടെ പ്രധാന നിവേദ്യങ്ങളായിട്ട് ദേവിക്ക് കടും പായസം കൊടുക്കുന്നുണ്ട്. അത് ഭദ്രകാളി ദേവിക്കാണ് അല്ലേ? കാളിയമ്മൻ. അപ്പം പിന്നെ ഈ യക്ഷിക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നമ്മുടെ തെരളിയാണ്, വയണേല. പിന്നെ ഞങ്ങള് മാടൻ തമ്പുരാന് യക്ഷിയമ്മയ്ക്ക് എന്ത് നേർച്ചയ്ക്കും നമുക്ക് തെരളിയില കൊടുക്കുന്നുണ്ട്. കുങ്കുമം വാങ്ങി വെക്കുന്നുണ്ട്. കുപ്പിവള, ചുവന്ന കുപ്പിവള, ചുവന്ന സാരി, ഇതൊക്കെ കൊടുക്കുന്നുണ്ട്.